കർക്കിടകത്തിന്റെ വറുതി മാറ്റി മണികിലുക്കി വീട്ടുമുറ്റങ്ങളിൽ നൃത്തം ചവിട്ടി ആടിവേടൻ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. മലയോരത്ത് വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തുന്ന വേടൻ വേഷം കെട്ടിയത് ഏര്യത്തെ ജിത്തു പണിക്കർ ജിഷ്ണ ദമ്പതികളുടെ 5 വയസ്സുള്ള മകൻ അബിയാണ്. ഏര്യം, ആലക്കാട്, കണ്ണങ്കൈ, കണ്ണാരംവയൽ, കരിപ്പാൽ, താളിച്ചാൽ, തെന്നം, മാവുള്ളപ്പൊയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹൈന്ദവ ഭവനങ്ങളിലും ഏര്യം ശ്രീ പുലിയൂരുകാളി ക്ഷേത്രത്തിലും ഏര്യം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലും ഏര്യം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കരിപ്പാൽ ശ്രീ സോമേശ്വരി ക്ഷേത്രങ്ങളിലും മറ്റ് തറവാടുകളിലുമാണ് വേടൻ എത്തിയത്. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ മണികിലുക്കി മുറ്റങ്ങളിൽ നൃത്തം ചവിട്ടി ആടിവേടന്മാർ അനുഗ്രഹം ചൊരിയാനെത്തുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അപൂർവ കാഴ്ചയാണ്. വടക്കൻ കേരളത്തിൻ്റെ ഭക്തിവിശ്വാസങ്ങളിൽ മുറതെറ്റാതെ എത്തുന്ന കർക്കിടക തെയ്യത്തെ സ്വീകരിച്ച് ഉപചാരം നൽകിയാണ് ഇന്നും ഇത് കാത്തുസൂക്ഷിച്ചു പോരുന്നത്. സ്വകാം ശിവ എന്ന കുറച്ചുടനെ തപസ് ചെയ്തു പാർത്തനുടെ തവം കാർത്തികാപതി എറിഞ്ഞു. തീർത്ഥമോദത്താൽ നായാട്ടിനെഴുന്നള്ളുമ്പോൾ നാഥൻ തിരുമേനി മറച്ചുകൊള്ളുവതിയെ എന്ന് നാഗശാലക്ക് നീളവേക്കുന്ന പരമീശൻ വരവും കാത്തേട്ടുണ്ടങ്കഹങ്കാര ചെറുവേർ പടയും നായും കണ്ടാൽ തുടിയും തേറ്റയും മറ്റ കിളേറെ പന്നി വരവിൽ അവൻ തേറ്റെ അടച്ചുതി പൊരിയും ബാറ്റി. ആടിമാസത്തിൽ ഒഴിപ്പാനായി വന്നു വേടൻ. ആദിയും വ്യാധിയും അകറ്റാൻ എന്ന വിശ്വാസത്തിലുള്ള ചടങ്ങിൽ ഈ പ്രദേശങ്ങളിൽ വേടൻ കെട്ടിയാടുന്നത് മലയ സമുദായത്തിൽപ്പെട്ടവരാണ്. പാശുപതാസ്ത്രത്തിനായി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത അർജുനെ പരീക്ഷിക്കാൻ എത്തിയ പരമേശ്വര രൂപമാണ് വേടൻ എന്നാണ് വിശ്വാസം. ചിലയിടങ്ങളിൽ ആടി, വേടൻ എന്നിങ്ങനെ ശിവപാർവതിമാരുടെ രൂപമാണെന്ന് വിശ്വാസമുണ്ടെന്ന് ഏര്യത്തെ ചന്ദ്രൻ പണിക്കർ പറഞ്ഞു. ഇതെല്ലാം വരുന്ന സമയത്ത് അതും മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നതാണ് വേടൻ. അത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അർജുനൻ ശിവനെ തപസ് ചെയ്തു, പാശുപത വസ്ത്രം വാങ്ങാൻ വേണ്ടി തപസ് ചെയ്യുന്നു. ആ സമയത്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പാശുപതാസ്ത്രം കൊടുക്കുന്നതും അതിൻ്റെ കഥയാണ് ചൊല്ലുന്നത്. അത് എല്ലാ വീടുകളിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജ്യേഷ്ഠകളെല്ലാം ഒഴിഞ്ഞു പോകും. അതാണ് ഒഴിഞ്ഞു മരിക്കുന്നതിന് സങ്കല്പം പറയും. കുന്തി തനയന്മാർ തവൻ ചെയ്യുവാനൊരും പെട്ടെന്ന് ജംഗിക്കരക്കണ്ണിൽ വസിക്കുന്ന കൈലാസത്തിൽ അന്തികെ ചെന്ന് കുതുകമായി പ്രാർത്ഥനപ്പോൾ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.